ഇന്നത്തെ സുവിശേഷത്തിൽ യേശു മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്വന്തം ആത്മാവിനെ നമ്മൾ മാരക പാപം വഴി നഷ്ടപ്പെടുത്തിയാൽ ആത്മാവിന് പകരമായിട്ട് വേറെ എന്തു വെച്ചാലും കാര്യമില്ലെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? സാധാരണ രീതിയിൽ ലൗകികമായിട്ടുള്ള സുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ്, ലൗകികമായിട്ടുള്ള പാപങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ഒരു മനുഷ്യൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തും. പിന്നീട് അവൻ അതിനെ പ്രതി ദുഃഖിക്കേണ്ടി വരും. ഇന്നത്തെ ലേഖന വായനയിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിലുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറയുകയാണ് മഹാബാബിലോൺ വീണു, അല്ലെ, അതായത് ഭോഗാസക്തിയുടെ വീഞ്ഞ് പകർന്നു നൽകിയിരുന്ന മഹാബാബിലോൺ വീണു പോയി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എത്രയൊക്കെ ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് പിന്നാലെ നടന്നാലും ഒരു കാലഘട്ടത്തിൽ അത് തീർന്നു പോകും, അല്ലെ. ഒരു കാലഘട്ടത്തിൽ നമുക്കത് മടുപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ ലൗകികമായിട്ടുള്ള സുഖങ്ങൾക്ക് പിന്നാലെ പായാതെ നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? വേറെ എന്ത് വെച്ചാലും സ്വന്തം ആത്മാവിന് പകരമാവുകയില്ല. എന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിനെ പാപത്തിൽ വീഴാതെ, ചാവുദോഷങ്ങളിൽ വീഴാതെ കാത്തുകൊള്ളാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.